കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് പൊന്മുട്ടയിടുന്ന താറാവ്. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ രാമു എന്ന ഒരു കർഷകനുണ്ടായിരുന്നു. ദരിദ്രനായ രാമു ഭാര്യയുമൊത്ത് തൻ്റെ കൊച്ചു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം ചന്തയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി രാമു ഒരു താറാവ് കുഞ്ഞിനെ വാങ്ങി. താറാവ് കുഞ്ഞിനെ കണ്ട് ഭാര്യയ്ക്ക് സന്തോഷമായി. ഈ താറാവ് കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ നമുക്കൊരുപാട് മുട്ടകൾ തരും. ആ മുട്ടകളെല്ലാം വിറ്റ് നമുക്ക് കാശ് സമ്പാദിക്കാം, രാമു പറഞ്ഞു. അങ്ങനെ ആ കുട്ടിത്താറാവ് രാമുവിൻ്റെ വീട്ടിൽ വളരാൻ തുടങ്ങി. അരിയും ഗോതമ്പും മറ്റു ധാന്യങ്ങളുമെല്ലാം കഴിച്ച് കുട്ടിത്താറാവ് വളർന്ന് വളർന്ന് വലുതായി. അങ്ങനെ ഒരു ദിവസം താറാവ് ഒരു മുട്ടയിട്ടു. രാമുവും ഭാര്യയും ഓടിച്ചെന്ന് നോക്കി. മുട്ട കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അതൊരു സ്വർണ്ണ മുട്ടയായിരുന്നു. രാമുവും ഭാര്യയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സ്വർണ്ണമുട്ട വിറ്റ രാമുവിന് അന്നൊരുപാട് കാശ് കിട്ടി. പിറ്റേ ദിവസവും താറാവ് മുട്ടയിട്ടു. മറ്റൊരു സ്വർണ്ണമുട്ട. രാമു ആ മുട്ടയും എടുത്ത് വിറ്റ് കാശുണ്ടാക്കി. അന്നു മുതൽ താറാവ് ഓരോ ദിവസവും ഓരോ മുട്ടയായി രാമുവിന് കൊടുത്തു. സ്വർണ്ണമുട്ട വിറ്റ് രാമു വലിയ പണക്കാരനായി മാറി. വലിയ വീട് വെച്ചു. ഇഷ്ടം പോലെ കാശ് കയ്യിൽ വന്നു. രാമുവും ഭാര്യയും സുഖമായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അത്യാഗ്രഹിയായി മാറിയ രാമു ഒരു ദിവസം ചിന്തിച്ചു, എല്ലാ ദിവസവും സ്വർണ്ണമുട്ടയ്ക്കായി കാത്തിരിക്കുന്നത് ഒരു ബോറൻ പരിപാടിയാണ്. ഈ മുട്ടയെല്ലാം താറാവിൻ്റെ വയറിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ താറാവിനെ കൊന്ന് വയറിൽ നിന്ന് സ്വർണ്ണമുട്ടകളെല്ലാം ഒരുമിച്ച് പുറത്തെടുത്താൽ ഒത്തിരി ഒത്തിരി കാശ് കയ്യിലെത്തും. ഭാര്യയും അത് ശരിവെച്ചു. പിറ്റേ ദിവസം രാമുവും ഭാര്യയും കൂടി വലിയൊരു കത്തിയുമായി താറാവിൻ്റെ അടുത്തെത്തി. കത്തി കൊണ്ട് അതിൻ്റെ വയറ് കീറി. പാവം താറാവ്, അത് മരിച്ചുപോയി. എന്നാൽ രാമുവിന് താറാവിൻ്റെ വയറിൽ സ്വർണ്ണമുട്ടകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അത്യാഗ്രഹം മൂത്ത് തങ്ങൾ ചെയ്ത കാര്യമോർത്ത് രാമുവും ഭാര്യയും തല തല്ലിക്കരഞ്ഞു. സ്വർണ്ണമുട്ട തരുന്ന താറാവിനെ നഷ്ടപ്പെടുത്തിയ രാമു വീണ്ടും ദരിദ്രനായി മാറി. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കുട്ടികളെ? അത്യാഗ്രഹം ആപത്ത്. Thank you for watching. Subscribe for more stories.